ഒരു ഹെൽത്തി ഇഫ്താർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? നമ്മൾ കാരക്കയിൽ നിന്നും വെള്ളത്തിൽ നിന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരക്കയിലുള്ള ഈ നാച്ചുറൽ ഷുഗർ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല എനർജി തരാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെള്ളം, പകൽ സമയം മുഴുവനും വെള്ളമൊന്നും കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബോഡീന് വീണ്ടും ജലാംശം കൊണ്ടുവരാനായിട്ട് വെള്ളം ധാരാളം കുടിക്കാം. അടുത്തതായിട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ബൗളോളം കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളതും കൂടുതൽ നാരുകൾ ഉള്ളതുമായിട്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാം. മാക്സിമം ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കാതെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ നാരുകൾ നമുക്ക് കിട്ടുക. ഇനി ജ്യൂസ് ആക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫ്രഷ് ജ്യൂസ് ആക്കി പാലൊന്നും ചേർക്കാതെ കൂടുതൽ പഞ്ചസാര ചേർക്കാതെ തന്നെ കുടിക്കുക. അതിനുശേഷം ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ ഗ്യാപ്പ് എടുക്കുക. അപ്പൊ മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ ആ സമയം മാറ്റി വെക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ മെയിൻ മീൽ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുക. അല്ലാതെ ഒരുമിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാക്കാനും കൂടുതൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കാനും ഒക്കെ കാരണമാകും. അപ്പൊ വയറിന് ആദ്യം കഴിച്ചിട്ടുള്ള ഫുഡിനെ പതുക്കെ ദഹിപ്പിക്കാനുള്ള ഒരു സമയവും ഒരു ഹെവി മീലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കൊടുത്തിട്ട് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീൻസും കൂടുതൽ നാരുകളും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഡിന്നർ കഴിക്കാം.